ഒരു ഡിഫറൻസ് കണ്ടത് ഞാൻ തമിഴ് സംസാരിക്കുമ്പോൾ ഡയലോഗ് പറയുമ്പോൾ അത്രയും കോൺഷ്യസ് ആവും. പക്ഷെ ഇതിൽ ഡയലോഗ് തെറ്റിക്കാൻ എനിക്ക് കമ്പനി ഉണ്ടായിരുന്നു. ഞാൻ തമിഴത്തിൽ മോശമായിട്ട് പറയാൻ മാത്യു മെയിൻലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പകുതി കാസ്റ്റ് മലയാളിയാണ്, ഇപ്പോൾ കാസ്റ്റ് മലയാളിയാണ്. 4 പേര് മലയാളീസും 4 പേര് തമിഴ്. സോ ഒരു സൂപ്പർ ഫൺ. Thank you so much. Thank you so much, Anita. Yes? Thank you. Thanks a lot. Hi, Rathris. How was your hall experience with this movie? And നമ്മളെല്ലാവരും look forward ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. Especially when you are in it, like Gen Z kids ഒക്കെ eagerly look forward ചെയ്യുന്ന ഒരു ഫിലിമായിരിക്കും. So what do you have to say about it? Thank you so much. ഭയങ്കര അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. എനിക്ക് സാർ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഓർത്ത് സാറ് ആക്ട് ചെയ്യുന്ന പടത്തിലൊക്കെ അങ്ങനെ എന്തോ ഇതായിട്ടാണ് വിളിച്ചതെന്ന് വിചാരിച്ചത്. പക്ഷെ സാറ് ഡയറക്റ്റ് ചെയ്ത് സാർ തന്നെ എഴുതിയ പടം. അപ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാറ് നമുക്ക് അഭിനയിച്ച് കാണിച്ചത്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. എന്നിട്ട് നമ്മളത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭയങ്കര രസമായിട്ട് സാർ നമുക്ക് സമയം തരും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഭയങ്കര ജോളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. 21 ഫെബ്രുവരി പടം വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി റൊമാൻസ് ഇപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതും ഈക്വലി അത്രയും ഫണ്ണും ഭയങ്കര രസമായിരുന്നു. ഷൂട്ടും പ്രോസസ്സും എല്ലാം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. Thank you so much, Matthew. So നമ്മുടെ സെറ്റിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഐ നോ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ ബിക്കോസ് എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്, ഓൾമോസ്റ്റ് സിമിലർ ഏജിലുള്ളവരാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? ലൈക്ക് ടു സേ ഫണ്ണി ഇൻസിഡന്റ് ഓർ ദി മോസ്റ്റ് മെമ്മറബിൾ തിങ്, അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഓർമ്മയുണ്ടോ? ഓർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് ടുഗദർ ഓൾസോ, ദാറ്റ്സ് ഫൈൻ. ഇല്ല, എല്ലാം ഭയങ്കര രസമായിരുന്നു. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇല്ല, പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഷൂട്ട് ഡേയ്സ് കുറവായിരുന്നു. ഒരു 40 മൊത്തം ഷൂട്ട് ഡേയ്സ് അത്ര ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇത്തിരി സമയമെടുത്ത ഷൂട്ട് ചെയ്ത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. പക്ഷെ ഭയങ്കര രസം. നമ്മള് ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോ എവിടെയെങ്കിലൊക്കെ പുറത്തും എല്ലാവരും ഒരുമിച്ച് പുറത്തൊക്കെ പോകും. ഭയങ്കര അടിപൊളിയായിരുന്നു. Thank you so much, Matthew. Yeah. ഡെപ്ത് ഇൻറ്റൻസിറ്റി ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഇവിടെ കുറച്ച് ലേറ്റ് ആയി വന്നതിന്. പ്രസ് മീഡിയ നന്ദി ഇവിടെ വന്നതിന്. എൻ്റെ പേര് വെങ്കടേഷ്. ഞാൻ ഫസ്റ്റ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഒരു 4 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ആക്ടറായിട്ട് വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സാർ എന്നെ എപ്പോഴും ഈക്വലിയാണ് ട്രീറ്റ് ചെയ്യാറ് എപ്പോഴും. ആൻഡ് ഷോക്കായിരുന്നു. ധനുഷ് സാറിനൊന്നും വലിയൊരു താങ്ക്സ് പറയുന്നത്. കാരണം ഞാൻ 13ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ചൈൽഡ് ആക്ടറായിട്ട് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നെർവസ് ആയിരുന്നു. പിന്നെ പോയ നമ്മുടെ കാസ്റ്റ് അവരൊക്കെ എന്നെ കംഫർട്ടബിൾ ആക്കി. മെയിൻലി മാത്യു, ഭവിഷ്, രമ്യ, അനിക, രാവ്യ, പ്രിയ, സിദ്ധാർത്ഥ്. സോ അവർക്ക് എല്ലാവർക്കും നന്ദി പറയണം. താങ്ക് യു സോ മച്ച്. 21 ഞങ്ങളുടെ പടം റിലീസാകുന്നുണ്ട്. എല്ലാവരും തമിഴ് പടങ്ങൾ കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കാണാൻ അഭിപ്രായം പറയാം. താങ്ക് യു സോ മച്ച്. Thanks a lot, Venkatesh. Thank you so much. So over to you. How was this hall film experience? I think കുറച്ച് പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവാം, കുറച്ച് ലേണിംഗ് ഉണ്ടായിട്ടുണ്ടാവും. So what was your best learning out of this hall film shoot? എല്ലാവർക്കും നമസ്കാരം. മലയാളം അറിയില്ല. First of all, again, so sorry, we apologize for coming late. First of all, to work in a film under Dhanush sir, who's so established, to debut in his film is such a blessing. I have to thank him for that. And then the experience was amazing because of the cast especially and the crew. G.V. Prakash sir is the music and other technicians. Even our costumes were done in a way. Everything was very interesting. My character was also very interesting. So when I got this role, I was really excited because it's my first film. Very, very special for me to debut in a film like this. Is a dream for someone like me. So I'm really thankful for that. I would take back
a lot of advices that Dhanush sir has given us. And I really hope you guys all, we all love Malayalam films so much. I hope you guys love and receive our film also the same way. Thank you. Thank you so much. Thanks a lot. So how was your whole experience working with this wonderful movie? I think it will be a lot of lot of learning and absolutely having friends. The same age friends work in the total experience. And what can we expect? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമ്യ രംഗനാഥൻ. എനിക്ക് കൊച്ചിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. I'm so sorry എൻ്റെ മലയാളം കുറച്ച് മോശമാണ്. So I would like to continue in Tamil if you don't mind. எனக்கு இந்த படம் பண்ணுறது ரொம்ப ரொம்ப சந்தோஷமாக இருந்தது. And I have my beautiful cast with me. And செட்டில் வந்துட்டு இது மலையாளம் ஃபில்மா தமிழ் ஃபில்மானே தெரியாது. ஏன்னா பாதி காஸ்ட் வந்துட்டு மலையாளிஸ். So it was amazing working in this film, directed by Dhanush sir. So as you mentioned, I'm a dancer, and sir spotted me, after watching my dance, and he wanted to meet me, and I was very nervous, but with the confidence that he gave me, அவர் கொடுத்த கான்ஃபிடென்ஸ்ல தான் வந்துட்டு இந்த படம் ஃபுல்லாக பண்ணி முடித்தோம். அண்ட் இவங்க எல்லாருக்கூடையும் ஒர்க் பண்ணதில் ரொம்ப ரொம்ப சந்தோஷம். அண்ட் இவங்களோட ஐநோ மேத்யூ, வெங்கி, அனிகா, பிரியா எல்லாருமே கேரளாவிலேருந்து அண்ட் இங்கே வந்து இங்கே உங்கள் எல்லாரோடையும் அவங்களோட ஊரில் இருக்கிறது பேசுறது எனக்கு ரொம்ப ரொம்ப சந்தோஷமாக இருக்குது. அண்ட் Dhanush sir, we all know he is extremely talented, and debuting in his film directed by him is such a big honor. And Nilavukku Enmel Ennadi Kobam is a very beautifully portrayed Gen Z love story. It's a very neatly made love story with a lot of fun, emotions, drama. எல்லாமே சேர்ந்த மாதிரி இருக்கும். ஸோ இது ஒரு பர்டிகுலர் ஜெனரேஷனுக்கு மட்டும் இல்லாமல் எல்லா ஜெனரேஷனாலையுமே ரிலேட் பண்ணிக்கக்கூடிய ஒரு படமாக இருக்கும். ஸோ ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலியோட எல்லாருமே கண்டிப்பாக போய் 21st of February பார்த்து என்ஜாய் பண்ணுங்கள். எங்கள் எல்லாருக்கும் சப்போர்ட் பண்ணுங்கள். தேங்க்யூ ஸோ மச். Thank you so much, Ramya. Thanks a lot. Firstly, thank you very much. You're doing a wonderful job. Thank you so much. Ellarku namaskaram. I'm very, very happy to be here. Good afternoon, everyone. I'm so happy that you all have taken your time to come join us here today. Neek has been a very, very wonderful experience for me for a few reasons. One, because I got to work with someone I idolize in cinema, Dhanush sir. You've all known him as an actor, but having interacted so closely with him as a director, it truly is a blessing, because the man is so good and his command of the craft is so brilliant. And we all hope to learn so much from him. And I just want to add one thing. We're not Tamil actors or Malayali actors or anything. We're all Indian actors. And last year, 3 of my favorite films was Avesham, Manjumal Boys, and Premalu. I love that film. And everybody in Chennai, my friends, we all enjoyed that film so much. So I really hope you guys give the same amount of love to Neek. All of us as a team, we've done a wonderful job. My friends are here sitting in front of me. I'm so happy to share the stage with them. And you've shown us so much love for our song Golden Sparrow. You've shown us so much love for the trailer. I hope on 21st of Feb you show us the same amount of love and celebrate this movie with us in theaters. Thank you so much. Thank you so much.